സെൻസർ ബോർഡിനെ ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആരെ ക്വസ്റ്റ്യൻ ചെയ്യണം, കോടതിയെ ക്വസ്റ്റ്യൻ ചെയ്യണം. അതിന് വരെ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ജനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യരുതെന്ന്. നായന്മാരിൽ തന്നെ സമ്പന്നരായിട്ടുള്ള നായന്മാർ ഒരു വിഭാഗം. അവർക്ക് തലമുടി വെട്ടാൻ വിളക്കത്തിലെ നായ, അവർക്ക് അലക്കാൻ നായന്മാരിലെ തന്നെ പാവങ്ങളായ വെളുത്തേടത്ത് നായ. ഇപ്പോൾ വേടൻ കല്യാണം കഴിച്ച പോലെ. വേടൻ എന്തേ ഒരു സ്വസമുദായത്തിൽ നിന്നോ സമുദായത്തിന് താഴെയുള്ള ഒരാളിനെ പോയി കല്യാണം കഴിക്കാത്തത്? അപ്പോൾ പറയും പ്രണയമാണ്, വേറെ കാര്യമൊക്കെ പറയും. അപ്പോൾ പിന്നെ ആദർശം ഇത് പറയരുത്, ഇപ്പുറത്ത് വന്നിട്ട് നവോത്ഥാനം പറയരുത്. ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുകയും ചിലതിനോട് സെലക്റ്റീവ് ആവുകയും. കേരള സ്റ്റോറി എടുത്തതിനോട് എനിക്ക് എൻ്റയർലി ഡിഫറൻറ്റ് അഭിപ്രായമുണ്ട്. അത് കേരള സ്റ്റോറി എന്ന് പേരിട്ടതിനോടും ലവ് ജിഹാദ് എന്ന് പേരിട്ടാൽ മതിയായിരുന്നു. LDFൻ്റെ രാധാകൃഷ്ണൻ മന്ത്രി, ഇപ്പോഴത്തെ MP, മന്ത്രിയെ ഊരിൽ കയറ്റിയില്ലല്ലോ. മുതു പറഞ്ഞാലും എന്തേ കയറ്റാത്ത? ഇതിവിടെ ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. പുലയരെ പറയർ അംഗീകരിക്കത്തില്ല ഇപ്പോഴും. പഴയ കഥ പോട്ടെ, ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. ഇപ്പം ശ്യാംകുമാർ, സുനിൽ ഇളയിടം, സുനിൽ പി ഇളയിടം, പിന്നെ രവിചന്ദ്രൻ, ഇങ്ങനെ കുറച്ച് മൈത്രേയൻ, ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അവർ 18-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറയും. ഇപ്പം എന്ത് കാര്യം? പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് സംവരണം കൊടുക്കുന്നു, ഈഴവർക്ക് സംവരണം കൊടുക്കുന്നു, OBC സംവരണം. ആർക്കാണ് ഇപ്പം കിട്ടുന്നത്? എല്ലാവരും പേർപ്പസ്ഫുള്ളി വിചാരിക്കണം. എല്ലാവരും വിചാരിക്കാൻ പറ്റില്ല. അവിടെയാണ് റബീക്ക എന്റെ വിഷയമാണ്. അവിടെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും കൂടി വന്ന് ഒരു സമൂഹം എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. പട്ടികജാതി പട്ടികവർഗത്തിനകത്ത് തന്നെ ഒരു സാമ്പത്തിക സംവരണം കൊണ്ടുവരണം. അല്ലെങ്കിൽ കുഴപ്പം എന്താണ്? കോളനി കിടക്കുന്നവൻ കോളനി തന്നെ കിടക്കും. ജാതി എതിർത്തിരുന്ന ആൾ അമ്പത്തിറ ഒരു തെറി പറഞ്ഞു എതിരാളിയെ. ഏറ്റവും കൂടുതൽ നവോത്ഥാനം നടത്തിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. നല്ല നവോത്ഥാനം നടത്തിയ ആളാണ് ചട്ടമ്പി സ്വാമികൾ. പെരിയോർ തമിഴ്നാട്ടിൽ വലിയ നവോത്ഥാനം നടത്തിയ ആളാണ്. ആരെയും തെറി പറഞ്ഞു. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം സംസാരിക്കേണ്ടുന്ന വിഷയമാണ് യുദ്ധം. അത് തന്നെയാണ്. പക്ഷെ ഇത് മാത്രമല്ല, നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റു പല കാര്യങ്ങൾ കൂടിയില്ലേ? എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? ജാതി മത വ്യവസ്ഥിതി എത്രത്തോളം ഉണ്ട്? ഈ കാര്യങ്ങളിലേക്കും കൂടി നമുക്കൊന്ന് ചെകഞ്ഞ് കുറച്ചൊന്ന് പുറകിലേക്ക് പോയാലും. ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ വളരെ വലിയ രീതിയിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യും. റഷ്യ ഉക്രൈൻ അടിക്കുന്നു. ഉക്രൈൻ എത്ര മര്യാദയ്ക്കുള്ള രാജ്യമാണ്. അവർ ആരെയും തല്ലാൻ പോകാത്ത രാജ്യമല്ലേ. എന്തുകൊണ്ട് ഉക്രൈൻ അടിക്കുന്നത് ഇവിടെ ആർക്കും ചർച്ച വരുന്നില്ല? ഏഷ്യ പസഫിക് റീജിയനിൽ വരുന്ന ചൈനയുടെ ആക്രമണം ഉണ്ടല്ലോ, എന്തേ ആരും പറയാത്തത്? അപ്പോൾ അതൊന്നും പറയത്തില്ല. അപ്പോൾ നമ്മൾ വൺ സൈഡഡ് ആയിട്ട് അതിനെ കൃത്യമായി മതവുമായി കുത്തിവെച്ച് ഒരു നല്ല രസം എന്നറിയാമോ? പിന്നെ ആരുടെയോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അതായത് കേരള മുഖ്യമന്ത്രിയും കേരളത്തിലെ പത്രങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ ഇപ്പോൾ ശ്രീകണ്ഠൻ നായരുടെ കപ്പൽ ചായ കുടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കപ്പൽ ചായ മാറ്റി വെച്ചല്ലോ. അപ്പോൾ നോമ്പ് കാലത്ത് ചായ കുടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചായ മാറ്റി വെച്ചു. അപ്പോൾ സന്ദർഭമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം വരുന്നത് എന്തെന്ന് വെച്ചാൽ, ഏത് രാജ്യമായാലും ഇപ്പം കുടിക്കരുതുണ്ടെങ്കിൽ അവർ കുടിക്കണ്ട, മറ്റൊരാൾ ചെയ്യരുത്. അവരുടെ മതപ്രകാരമുള്ള ആചാരം വേറൊരാളിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ഇത് മതമൊന്നുമല്ല. രാവിലെ അദ്ദേഹം കോഫി കുടിച്ചാൽ കൂടുതൽ പ്രശ്നമില്ല. കണ്ടു നിൽക്കുന്നവർക്ക് അവര് കുടിക്കാൻ പാടില്ല, നിങ്ങളും കുടിക്കില്ലെന്ന് പറഞ്ഞാൽ തന്നെയാണ് ബീഫ് ബട്ടർ എന്ന് പറയുന്നതിന് ഒരു മറുപടി. അതപ്പോൾ അതുകൊണ്ട് ഇത് തമാശ. അത് ഞാൻ പറഞ്ഞു. അതപ്പം മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ, മുഖ്യമന്ത്രി ആരബ് തെറി പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ നെതന്യാഹുവിനെയും കഴിഞ്ഞ ദിവസം തെറി പറഞ്ഞു. അതുപോലെ പറയണമായിരുന്നു. ഇറാൻ ആരെ ആക്രമിച്ചത്? UAE-ക്കാർ കളിച്ചത് ശരിയായില്ല, ഞങ്ങളുടെ 1 കോടി ആളുകൾ അവിടെ കിടക്കുകയാണ് എന്ന് പറഞ്ഞെങ്കിൽ വൺ സൈഡ്. അപ്പോൾ ഇത് വൺ സൈഡാണ്. അപ്പം മുസ്ലിംസിൻ്റെ വോട്ട് കിട്ടുമോ, അങ്ങനെ പറ്റുമോ എന്നുള്ളതാണ് ചിന്ത. ആ ചിന്ത കൊണ്ട് പക്ഷേ ക്ലിയർ ആവില്ല എന്നുള്ളതാണ്. അപ്പം ഓരോ വിഷയങ്ങൾ ഇപ്പോൾ ശബരിമല വിഷയത്തിൽ കയറി തിരിച്ചടിക്കുന്നത്. നേരത്തെ പറഞ്ഞു സ്ത്രീകൾ കയറാം, ഇപ്പോൾ പറയുന്ന സ്ത്രീകൾ കയറണ്ട എന്നുള്ളതിനകത്ത് വരുന്നു. അപ്പം മതവും രാഷ്ട്രീയവും ഇപ്പം തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾ ഇളകും. ഇലക്ഷൻ വരാൻ പോകും. അതാ ഞാൻ പറഞ്ഞത്. മതത്തെയും രാഷ്ട്രീയത്തെയും നമ്മുടെ കുഞ്ഞു സംസ്ഥാനത്തോലും നമ്മൾ എന്ത് ചെയ്യുന്നു? വളരെ ഭംഗിയായി ഇവിടെ പുരോഗമന ഞാൻ ഇടതുപക്ഷത്തെ കുറ്റം പറയാനല്ല ഈ കോൺട്രസ്റ്റ് പറഞ്ഞത്. അതായത് ഇവിടെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ, സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരു സമൂഹത്തിൽ, ഈ ഒരു കുഞ്ഞു സമൂഹത്തിൽ 3.4 കോടി ആളുകൾ അല്ലെങ്കിൽ 3.5 കോടി ആളുകളുള്ള കുഞ്ഞു സമൂഹത്തിൽ പോലും മതത്തെയും രാഷ്ട്രീയത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കൃത്യമായി മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ പിന്നെ ഇത്രയും വലിയ രാജ്യങ്ങൾ മതത്തെയോ രാഷ്ട്രത്തെയോ ഉപയോഗിച്ചാൽ നമുക്ക് എങ്ങനെയാണ് കുറ്റം പറയാൻ അർഹത? നമുക്കൊരു അർഹതയില്ല. അപ്പോൾ അതൊരു വലിയ ഇപ്പോൾ കേരള സ്റ്റോറി വന്നു. കേരള സ്റ്റോറി ശരിയോ തെറ്റോ ന്യായം, പക്ഷേ അത് തിയേറ്റർ അവതരിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ചിലപ്പോൾ തെറ്റായിരിക്കും സിനിമ,
പക്ഷേ സെൻസർ ബോർഡ് അനുവാദം കൊടുത്തല്ലോ. സെൻസർ ബോർഡ് അനുവാദം കൊടുത്ത ഒരു സിനിമ അവതരിപ്പിക്കാൻ കാണാൻ പോകാത്തൊരു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞാൻ കാണുന്നില്ല, ഞാൻ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് പോകില്ല. കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഞാൻ കാണാൻ പോകും. കാണുന്നവർ പക്ഷെ അതിൽ കാണാത്തവർ വേറെ പ്രശ്നമില്ല. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ആൾക്കാർ യഥാർത്ഥത്തിൽ നടക്കാത്ത കാര്യം, അതായത് യഥാർത്ഥത്തിൽ 36,000 എന്തോ കേസുകളുടെ കാര്യമാണ് പറയുന്നത്. 33,000. 33,000 സ്ത്രീകൾക്ക് ഇങ്ങനെ സംഭവിച്ചു, ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി അന്യമതത്തിലേക്ക് ഇട്ട് ബീഫ്. അതെ അതെ ഒരു റിയലിസ്റ്റിക്കൽ സ്റ്റോറി ആയിട്ട് ഒരു പർട്ടിക്കുലർ പ്ലേസിനെ പോർട്രേ ചെയ്യുമ്പോൾ അവിടെ ഉള്ളവരുടെ സെന്റിമെന്റ്സിനെ ഹിറ്റ് ചെയ്യുക. ഹിറ്റ് ചെയ്യും. പക്ഷേ അത് അവര് ഇൻസ്പയർഡ് എന്നല്ല പറയുന്നത്, അവര് പറയുന്നത് ഇവിടെ നടന്ന ഇഷ്യൂവിനെ ഞങ്ങൾ അത് കാണിക്കുകയാണെന്നാണ്. അപ്പൊ അത് നമുക്കത് അല്ല, ആ ചീത്തപ്പേര് പറയുമ്പോൾ തന്നെ ഒരു 15ഓളം പെൺകുട്ടികൾ ഇങ്ങനെ ഇസ്ലാം മതത്തിലേക്ക് ട്രാപ്പ് ചെയ്ത് പോയിട്ട് തിരിച്ചു വന്ന പെൺകുട്ടികളുണ്ട്. അവർ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എൻ്റെ കൈവശമുണ്ട്. ശരി, ആ 15 അല്ല ഞാൻ ആൾക്കാർ പറയട്ടെ, കേരളത്തിന്റെ റിയാലിറ്റി എന്ന് അല്ല ഞാൻ പറയാം. പറയട്ടെ, എല്ലാ അല്ല ഞാൻ സ്ഥലത്തിലും കേരള സ്റ്റോറി വർഗീയപരമായിട്ടുള്ള ന്യായീകരിക്കാനല്ല ഈ വർത്തമാനം പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നതാണ്. രണ്ട് കോണ്ടസ്റ്റാണ്. ഉം, നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുകയും ഉം, ചിലതിനോട് സെലക്റ്റീവ് ആവുകയും. ഉം, കേരള സ്റ്റോറി എടുത്തതിനോട് എനിക്ക് എൻ്റയർലി ഡിഫറൻറ്റ് അഭിപ്രായമുണ്ട്. ഉം, അത് കേരള സ്റ്റോറി എന്ന് പേരിട്ടതിനോടും ഉം. ലവ് ജിഹാദ് എന്ന് പേരിട്ടാൽ മതിയായിരുന്നു. ഈ പ്രശ്നം തീരുമല്ലോ. ഇവിടെ ലവ് ജിഹാദ് ഉണ്ട്. ശരി, അവിടെയാണ് ആ പ്രശ്നം അപ്പോൾ വന്നത്. കേരള സ്റ്റോറി എന്ന് പേരിടുമ്പോൾ അതിന് വേറൊരു കോണ്ടസ്റ്റാണ്. ഉം, രണ്ട് കോണ്ടസ്റ്റിലാണ് ഞാൻ പറയുന്നത്. അതേസമയം അത് അവതരിപ്പിക്കണോ വേണ്ടേ എന്നുള്ളതിന് ഉം, നിയമ സംവിധാനങ്ങൾ തീരുമാനിക്കും. കോടതി തീരുമാനിച്ചു, സെൻസർ ബോർഡ് തീരുമാനിച്ചു. നമ്മളാരാണത് തീരുമാനിക്കാൻ? ജനങ്ങളാരാണത് അവതരിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഈ തീരുമാനിക്കാൻ? സെൻസർ ബോർഡ് ആക്ച്വലി ഇവരുടെയൊക്കെ കയ്യിൽ തന്നെയല്ലേ. സ്വാഭാവികമാണല്ലോ, അപ്പൊ പിന്നെ സ്വാഭാവികമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ അത് നമ്മൾ പറ്റില്ല ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ സെൻസർ ബോർഡിനെ ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആരെ ക്വസ്റ്റ്യൻ ചെയ്യണം? കോടതിയെ ക്വസ്റ്റ്യൻ ചെയ്യണം. അതിന് വരെ നമ്മൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യരുതെന്ന്. ഈ സിനിമ കാണാൻ ചെന്നിരിക്കുന്ന ജനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യരുതെന്ന്. നിങ്ങൾ ഈ സിനിമ കാണരുത്, ഞങ്ങൾ നിങ്ങളെ തല്ലും, തിയേറ്റർ തല്ലും എന്ന് പറയരുതെന്നാണ് ഞാൻ പറഞ്ഞ കോണ്ടസ്റ്റില്ല. അല്ല, മറ്റത് ശരിയാണ്, ഇവിടുത്തെ നിയമവ്യവസ്ഥ കുഴപ്പമാണ്, സെൻസർ ബോർഡ് പിരിച്ചുവിടണം, സമരം ചെയ്യാം. സെൻസർ ബോർഡിൻ്റെ മുമ്പ് പോയി സമരം ചെയ്യണം. കേരള സ്റ്റോറിക്ക് എന്ത് കൊടുത്തേന്? അനുവാദം കൊടുത്തേന്. ചെയ്തില്ലല്ലോ. ആരെങ്കിലും ചെയ്തോ? എറണാകുളം ഷേണായിസി പോയി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടുപേരെടുത്ത് കാണരുത്, പൈസ തരാമെന്ന് പറയുന്നിടത്തേ ഉള്ള അഭിപ്രായത്തിൽ എനിക്ക്. അല്ല, മറ്റതിനോട് ഞാൻ അതിൻ്റെ ന്യായമായിട്ട് പറയുന്നില്ല. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പം എമ്പുരാൻ ഇറക്കി, അതില് അങ്ങനെ കാണിച്ചുകൂടാന്ന് പറഞ്ഞ് കാരണം എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് വർഷത്തെ കാണിച്ചുകൂടാന്ന് പറഞ്ഞ് മറ്റൊരു വെട്ടി. ഇവർ സംവിധായകർ കയറി വെട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു സമൂഹത്തിൽ സെൻറ്റിമെൻറ്റ്സ് വരും, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എടുക്കണോ, അല്ലെങ്കിൽ പണ്ട് അങ്ങനെയായിരുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഈ പുരോഗമന സമൂഹത്തിൽ കൊണ്ടുവന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യം കഴിഞ്ഞല്ലോ. ഇപ്പോൾ ശ്യാംകുമാർ, സുനിൽ പി ഇളയിടം, പിന്നെ രവിചന്ദ്രൻ, ഇങ്ങനെ കുറച്ച് മൈത്രേയൻ, ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. അവർ 18-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറയും. ഇപ്പം എന്ത് കാര്യം? ഇപ്പം 5% പോലും ഇവിടെ ബ്രാഹ്മണന്മാരില്ലല്ലോ. ആ പടം 2-3% ആളുകളാണുള്ളത്. അപ്പോൾ ആ വിഷയങ്ങൾ അന്ന് ശൂദ്രന്മാർ അങ്ങനെ ചെയ്തു. ഇപ്പോഴത്തെ ഈ ന്യൂജൻ കാലഘട്ടത്തിലൂടെ 40 ലക്ഷത്തിന് എന്തില്ല? തൊഴിലില്ല. ഇവിടുത്തെ സ്കൂളുകളും കോളേജുകളും ഈ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വേറെയാണ്. അതിനകത്ത് ഈ പഴയതിന് സ്കോപ്പില്ല. അതുകൊണ്ട് അങ്ങനത്തെ സിനിമകളൊന്നും പിന്നെ എടുക്കരുതെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. ഇപ്പോൾ ടിപ്പു സുൽത്താൻ എന്ത് ചെയ്ത് അവിടെ ഇപ്പം എന്ത് ചെയ്യാനാണ്? അങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ടിപ്പു സുൽത്താൻ? അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രതിമ വെച്ചിട്ട് ഒന്നുകൂടെ അടിക്കാൻ പറ്റും? ഇറ്റ്സ് ഗോൺ. എല്ലാ രാജ്യത്തും ഇതുപോലത്തെ കുറച്ച് ഹിസ്റ്ററി അക്കാഡമിക്കായിട്ട് പഠിച്ചിരിക്കാം. ഓക്കെ, സ്കൂളിൽ അക്കാഡമിക്കായിട്ട് ഞാൻ വായിക്കുന്നു, പഠിക്കുന്നു. പക്ഷേ ഇതിന് പ്രൊപ്പഗാൻഡ കിട്ടുകയാണെന്ന് ഒരു സമൂഹത്തിൽ. പ്രൊപ്പഗാൻഡ കിട്ടുമ്പോഴുള്ള കുഴപ്പം എന്താണ്? പോയ ജാതി സ്പർദ്ധയും ജാതി ചിന്തയും ഇവിടെ വരും. ഞാൻ ഡൗട്ട് വെച്ചോട്ടെ, യഥാർത്ഥത്തിൽ ഇപ്പൊ ഇത്തരം സിനിമകളൊന്നും എടുക്കുന്നില്ല, ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മൺ അല്ലെങ്കിൽ ഒരു നായർ അല്ലെങ്കിൽ ഏതൊരു റിലിജൻ ആയാലും ഒരു അപ്പർ കാസ്റ്റിന് മറ്റ് അതായത് അവർ വിചാരിക്കുന്ന രീതിയിൽ അവർ താഴെയെന്ന് വിചാരിക്കുന്ന ജാതികളോട് ഒരു പുച്ഛം അല്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഐ ആം എ അപ്പർ ഹാൻഡ് എന്നൊരു തോട്ട് ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. മുതുവർ എന്നൊരു സമുദായമുണ്ട്. രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ മന്ത്രി, ഏത് രാധാകൃഷ്ണൻ? LDFന്റെ രാധാകൃഷ്ണൻ മന്ത്രി, ഇപ്പോഴത്തെ MP. മന്ത്രിയെ ഊരിൽ കയറ്റിയില്ലല്ലോ മുതുവർക്കാർ. എന്തേ കയറ്റാത്ത? ഇതിവിടെ ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ ഈ ജാതി എന്ന് പറയുമ്പോൾ പിന്നോക്ക പട്ടികജാതി പട്ടികവർഗത്തിൽ എത്ര ജാതി ഉണ്ടെന്നറിയാമോ? 120 ജാതിയുണ്ട്. ആ ജാതിയിൽ എന്തുണ്ട്? മൂപ്പിളമ ഇളമ സംവിധാനമുണ്ട്. എല്ലാവരും കൂടെ ഇരുന്ന് എന്ത് ചെയ്യത്തില്ല? ഭക്ഷണം കഴിക്കത്തില്ല, കയറ്റത്തില്ല. നായന്മാർ എത്ര ഉണ്ടെന്നറിയാവോ? വിളക്കത്തിലെ നായരെന്തോന്നും. അതായത് റിബേക്ക, ഇതൊക്കെ ഒന്ന് പഠിക്കണം. ആഫ്റ്റർ ആൾ യു ആർ എ യങ് ഗൈ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചത്. അല്ല, സബ്ജക്റ്റ് നമ്മൾ മാറി വന്നെങ്കിലും. അതായത് നായന്മാരിൽ തന്നെ സമ്പന്നരായിട്ടുള്ള നായന്മാർ ഒരു വിഭാഗം,
അവർക്ക് തലമുടി വെട്ടാൻ വിളക്കത്തിലെ നായർ, അവർക്ക് അലക്കാൻ നായന്മാരിലെ തന്നെ പാവങ്ങളായ വെളുത്തേടത്ത് നായർ. വിളക്കത്തിലെ നായർ തലമുടി വെട്ടാൻ ബാർബർമാരല്ല വെട്ടുന്നത്, നായന്മാർ തന്നെ വെട്ടണം. ആർക്ക്? നായന്മാർക്ക്. വെളുത്തേടത്ത് നായർ, നായന്മാരുടെ തുണി ആരലക്കണം? നായന്മാർ തന്നെ അലക്കണം. പിന്നെ ചെക്കാല നായർ. ഇങ്ങനെ നായന്മാരിൽ എത്രയുണ്ടെന്നറിയാമോ? ഈഴവരിൽ എത്രയുണ്ടെന്നറിയാമോ? പണിക്കർമാർ, ഈഴവരിൽ തന്നെ ഒരു 10 വിഭാഗക്കാർ. അപ്പോൾ നമ്മൾ ജാതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ജാതി മാത്രമല്ല, അല്ല ജാതിയല്ല, ആ ഒരു വർണ്ണ വിവേചനം, ആ വർണ്ണ രീതിയല്ല. എല്ലാ വിഭാഗങ്ങളും എന്ത് ചെയ്തിരുന്നു? സമ്പത്തിൻ്റെ പേരിൽ, തൊഴിലിൻ്റെ പേരിൽ സംഘടിച്ചിരുന്നു. ഇപ്പോൾ ആശാരിപ്പണി ചെയ്യുന്നവരല്ല ഒരു ജാതി, മൺകലം ഉണ്ടാക്കുന്നവരല്ല ഒരു ജാതി, ഇങ്ങനെ ഓരോ കൃഷിപ്പണി ചെയ്യുന്നവരല്ല ഒരു ജാതി, ഇങ്ങനെയും ജാതി പോയിരുന്നു. ഈ ജാതിക്കകത്ത് തന്നെ സമ്പന്നരായിട്ടുള്ളവരുണ്ട്, അധികാര സമ്പത്ത് കിട്ടിയവർ. അതിനകത്ത് എന്തുണ്ടാക്കി? ഉപജാതികളുണ്ടാക്കി. ആ ഉപജാതികൾ അവർ കയറ്റത്തില്ലായിരുന്നു. പുലയരെ പറയർ അംഗീകരിക്കത്തില്ല. ഇപ്പോഴും, പഴയ കഥ പോട്ടെ, ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. ചർച്ച ചെയ്യണ്ടേ ഇത്? ജാതി ചർച്ച ഇതും ചർച്ച ചെയ്യണം. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത് ജാതി വ്യവസ്ഥ എടുത്ത് കളയണമെന്ന്. അംബേദ്കർ ബ്രാഹ്മണനോട് മാത്രമല്ല യുദ്ധം ചെയ്തത്. അംബേദ്കർ യുദ്ധം ചെയ്തത് പട്ടികജാതി പട്ടികവർഗക്കാരോടും യുദ്ധം ചെയ്തു, ദളിതന്മാരോടും യുദ്ധം ചെയ്തു. ആദിവാസികളിൽ ഇന്ന് ഊരിലേറ്റ് പോയാൽ കയറ്റാത്ത എത്രയോ ഊരുകളുണ്ട്. ഈ രാധാകൃഷ്ണനെ കയറ്റിയിട്ടില്ലെന്നേ. മന്ത്രി ആയിരുന്നപ്പോൾ, MP ആയിരുന്നപ്പോൾ അല്ല, മന്ത്രി ആയിരുന്നപ്പോൾ ഊരിൽ കയറ്റിയില്ല, മുതുവന്മാരുടെ ഊരിൽ. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ ഈ ജാതിയുടെ പേരിലുള്ള സംവരണം, അതെ, അങ്ങനെയാണെങ്കിൽ എടുത്തു കളയേണ്ട ഒന്നാണോ അല്ലയോ? സംവരണത്തിന് വച്ചപ്പോൾ അംബേദ്കർ തന്നെ പറഞ്ഞെന്താണ്? ഒരു കാലഘട്ടം എന്നുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അത് വ്യക്തിപരമാണ്, തികച്ചും വ്യക്തിപരമാണ് കേട്ടോ. ചിലപ്പോൾ നാളെ വിവാദമായിരിക്കും, ആയിക്കോട്ടെ. അതായത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം കൊടുക്കുന്നു, ഈഴവർക്ക് സംവരണം കൊടുക്കുന്നു, OBC സംവരണം. ആർക്കാണ് ഇപ്പോൾ കിട്ടുന്നത്? അതിലെ ഉയർന്നു വന്നവർക്കാണ്. അപ്പം ഞാൻ പട്ടികജാതി പട്ടികവർഗക്കാരനാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഉദാഹരണം, എൻ്റെ ക്ലാസ്മേറ്റ് തന്നെ പറയാം. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പട്ടികജാതി പട്ടികവർഗപ്പെട്ട ഒരാളുണ്ടായിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നല്ല പഠിക്കാൻ പറ്റി, സഹോദരി ഡോക്ടറായി, സഹോദരൻ IPS കിട്ടി, ഒരു ഫാമിലിയാണ് ഞാൻ പറയുന്നത്. അവരുടെ മക്കൾ ഡോക്ടറായി, മക്കൾ എഞ്ചിനീയറായി, എല്ലാമായി. പക്ഷേ നിങ്ങൾ ഇവിടുത്തെ ഹരിജൻ പട്ടികജാതി പട്ടികവർഗ കോളനികളെടുത്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വാദം, പട്ടികജാതി പട്ടികവർഗക്കാർക്കായാലും ആർക്ക് സംവരണം കൊടുക്കണമെങ്കിലും സംവരണത്തിനകത്ത് എന്ത് കൊണ്ടുവരണം? ഒരു സാമ്പത്തിക സംവരണം കൊണ്ടുവരണം. വേറെ ആർക്കും കൊടുക്കണ്ട. ഫസ്റ്റ് ആർക്ക് കൊടുക്കണം? അതിനകത്തുള്ള തന്നെ. വെളിയിൽ കൊടുത്താൽ ഓക്കെ, മറ്റൊരാളിനായി പോകും. പട്ടികജാതി പട്ടികവർഗത്തിനകത്ത് തന്നെ ഒരു സാമ്പത്തിക സംവരണം കൊണ്ടുവരണം. അല്ലെങ്കിൽ കുഴപ്പം എന്താണ്? കോളനി കിടക്കുന്നവൻ കോളനി തന്നെ കിടക്കും. കോളനിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു പ്രാവശ്യം പഠിച്ച് രക്ഷപ്പെട്ട് തിരുവനന്തപുരത്ത് വന്ന ആൾ നല്ല കല്യാണമൊക്കെ കഴിച്ച്, വേറെ ജാതിയിൽ നിന്ന് ചിലപ്പോൾ കിട്ടും, പല ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കും, അല്ലെങ്കിൽ സ്വന്തം ജാതി കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കഴിയും. ഇപ്പോൾ വേടൻ കല്യാണം കഴിച്ച പോലെ. വേടൻ എന്തേ ഒരു സ്വസമുദായത്തിൽ നിന്നോ സമുദായത്തിന് താഴെയുള്ള ഒരാളിനെ പോയി കല്യാണം കഴിക്കാത്തതാ? അപ്പോൾ പറയും പ്രണയമാണ്, വേറെ കാര്യമൊക്കെ പറയും. അപ്പോൾ പിന്നെ ആദർശം ഇത് പറയരുത്, ഇപ്പുറത്ത് വന്നിട്ട് നവോത്ഥാനം പറയരുത്. അവിടെയാണ് വേടനോട് എനിക്ക് എതിർപ്പ്. വേടൻ്റെ പാട്ടുകളോടല്ല, പാട്ടിൽ വേറെ എതിർപ്പ്, വരികളോട് ചില അഭിപ്രായ വ്യത്യാസമുണ്ട് എനിക്ക്, തെറിയൊക്കെ വരുന്നതിനോട്. ഏറ്റവും കൂടുതൽ ജാതി എതിർത്തിരുന്ന ആൾ അംബേദ്കറാണ്. ഒരു തെറി പറഞ്ഞോ എതിരാളിയെ? ഏറ്റവും കൂടുതൽ നവോത്ഥാനം നടത്തിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. നല്ല നവോത്ഥാനം നടത്തിയ ആളാണ് ചട്ടമ്പി സ്വാമികൾ. പെരിയോർ തമിഴ്നാട്ടിൽ വലിയ നവോത്ഥാനം നടത്തിയ ആളാണ്. ആരെങ്കിലും തെറി പറഞ്ഞോ? അല്ലല്ലോ, തെറി പറഞ്ഞല്ലല്ലോ. ഇത് കുരുക്ക് ആണെന്ന് വിചാരിക്കുക, ഇതിനെ അഴിച്ചെടുക്കണം, ഓടിച്ചളഞ്ഞാലോ? അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഓരോ വിഷയമായിട്ട് എടുക്കുകയാണ്. നമ്മൾ സമൂഹത്തിൽ എല്ലാ വൺ സൈഡഡും ഓരോ ഭാഗമായി കാണാതെ നിഷ്പക്ഷമായിരുന്ന് വിലയിരുത്തിയാൽ ജാതി എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ സത്യസന്ധമായൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പെട്ടെന്ന് മാറ്റാൻ എളുപ്പവുമല്ല. കാരണം അതൊരു സ്വത്വത്തിൻ്റെ പ്രശ്നം കൂടെയുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വേറെ ഉദാഹരണം പറയുമ്പം റിബേക്ക് കൃത്യം മനസ്സിലാവും. ഇവിടെ ഇപ്പം 4 ജാതി ആളുകളുണ്ട് ഇവിടെ. ഒരു ഓണർ, ഒരു ആങ്കർ, ഒരു ഗസ്റ്റ്, ഒരു ക്യാമറാമാൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ, എഡിറ്റർ. 4 ജാതിയായി. അപ്പോൾ എഡിറ്റർമാരെല്ലാം കൂടി ഒരു ജാതി, ആങ്കർമാരെല്ലാം കൂടി ഒരു വർഗ്ഗബോധം. ഞാൻ പറഞ്ഞ ഒരു വർഗ്ഗബോധം വരും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, അതിനൊരു പേര് വിട്ട്
ആ തൊഴിൽ ചെയ്യുന്നവരെല്ലാം കൂടി ഇന്ന ജാതി, ഈ തൊഴിൽ അങ്ങനെയും പറയാം. ആ സ്വത്വബോധം ഇല്ലാതിരിക്കുമോ? ഇവിടെ നമ്മൾ ഡെമോക്രസിയൊക്കെ പറയുമല്ലോ. എപ്പോഴെങ്കിലും ഈ മുതലാളി സമ്മതിക്കുമോ റബേക്ക ആ ഒരു മാനസികാവസ്ഥയിൽ ഉയരാൻ മുതലാളി സമ്മതിക്കുമോ? അതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അത് അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് പുള്ളിയുടെ ചാനൽ ആയതുകൊണ്ട് സമ്മതിക്കും. ചാനൽ എവിടെ ആയിക്കോട്ടെ, സമൂഹത്തിലാണെങ്കിലും സമ്മതിക്കത്തില്ല. സമൂഹത്തിൽ ഞാൻ മറ്റൊരു ചാനൽ എടുത്തെങ്കിൽ പുള്ളിക്ക് എങ്ങനെ അല്ല, ഞാൻ പറഞ്ഞ വർഗബോധത്തിന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ എടുക്കുന്ന കോണ്ടസ്റ്റ് പുള്ളിയുടെ ചാനലിലേക്ക് സമ്പത്ത് തരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ സമ്പത്ത് തരണമെന്നോ പുള്ളിയെ നാളെ മുതലാളിയാക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചാനൽ മുതലാളിമാരുടെ ഒരു വർഗ സംഘടന ഉണ്ടായിരിക്കും, ഒരു വർഗ സംഘടനയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ടീമുണ്ട്. ഞങ്ങൾ ചാനൽ മുതലാളിമാർ, ഒരു ഐഡന്റിറ്റി. ഞങ്ങൾ റിപ്പോർട്ടർമാർ, ഒരു ഐഡന്റിറ്റി. പക്ഷെ പുള്ളി ഏറ്റവും അധികം വർക്ക് ചെയ്യുന്നത് അതല്ലാത്ത മറ്റ് ജാതികളുടെ കൂടെ തന്നെയല്ല. അതാണ് ജാതി. ഇത് അപ്പോഴും ആ പുള്ളിയുടെ ഉള്ളിൽ എന്തുണ്ട്? ആ സ്വത്വബോധവും അതുണ്ടാവാൻ പാടില്ലല്ലോ. ഉണ്ടാവും. അത് മനുഷ്യൻ, അതാണ് പ്രശ്നം. അവിടെയാണ് സ്വത്വബോധത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്യേണ്ട, വളരെ കൃത്യമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനുഷ്യൻ ഉണ്ടായി വരുന്നിരിക്കുന്നത് ഈ സ്വത്വബോധം. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഹോമോസാപ്പിയൻസിൽ നിന്ന് വന്ന് നമ്മൾ കുരങ്ങന്മാരല്ലേ? അല്ല, ഞാൻ പറയാം, ആ സ്വത്വബോധത്തിൽ നിന്ന്, കറക്റ്റ് ചോദ്യമാണ്, നല്ല ചോദ്യമാണ്, നല്ല ഡിബേറ്റാണ്. കുരങ്ങന്മാരിൽ നിന്ന് വന്ന് മാറി മനുഷ്യരായി മാറിയപ്പോൾ വേറെ ഒന്നിൽ നിന്ന് എന്തിലേക്കേ മാറിയുള്ളൂ? അടുത്ത സ്വത്വബോധത്തിലേക്കേ മാറിയുള്ളൂ. അടുത്ത എന്തിലേക്ക് മാറിയില്ല? സ്വത്വബോധം കളഞ്ഞില്ല. പക്ഷേ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ എല്ലാവരും മനുഷ്യരാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ? തീരാൻ പറ്റൂല എന്നാ ഞാൻ പറഞ്ഞു. അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല എന്നാ ഞാൻ പറഞ്ഞു. ആ മാറ്റം കൊണ്ടുവരേണ്ട ഒന്നല്ല. ആ മാറ്റം കൊണ്ടുവരാൻ എളുപ്പമല്ലെന്നാ ഞാൻ പറയുന്നത്. ആ കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവന്ന കുഞ്ഞു രാജ്യങ്ങളുണ്ട്, ഫിൻലാൻഡ്, അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു രാജ്യങ്ങളുണ്ട്, ഈ ഹാപ്പിനെസ് ഒക്കെ ഉള്ള രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ ഒഴിച്ച് മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വത്വബോധം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. ഇപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി വന്നാൽ നമ്മളോട് സംസാരിക്കുന്നതിനേക്കാൾ താല്പര്യം ആരോട് സംസാരിക്കാനായിരിക്കും? ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ താല്പര്യം നിങ്ങൾ കൂടുതൽ കാണിക്കും. അതൊരു വനിത എന്നുള്ള നിലയിൽ. ഒരു ഫംഗ്ഷൻ നിങ്ങൾ ചെന്ന് നോക്കുക. എനിക്ക് ഞാൻ ചോട്ടെ, ഒരു ഫംഗ്ഷൻ നിങ്ങൾ പോയെന്ന് വിചാരിക്കുക. ഒരു പരിചയമില്ലാത്തവരാണ്, കുറച്ച് സ്ത്രീകൾ പുറത്തിരിക്കുന്നത്, കുറച്ച് പുരുഷന്മാരിക്കും. നിങ്ങൾ എവിടെ ചെന്നിരിക്കും? പിന്നെ നിങ്ങൾ എന്തിനാ പുരുഷന്മാർ? നിങ്ങൾ ഇത്രയും പുരോഗമനം പറയുന്ന ആൾ പുരുഷന്റെ അടുത്ത് ചെന്നിരിക്കാത്തെന്താ? അതിന്റെ കോണ്ടെക്സ്റ്റ് വേറെയാണ്. ഏത് കോണ്ടെക്സ്റ്റും ആയിക്കോട്ടെ, ഏത് കോണ്ടെക്സ്റ്റും ആയിക്കോട്ടെ. അല്ല, അത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പേടിയുടെ ഭാഗമായി. എന്തിനു പേടി? നിങ്ങളെ പേടി ബ്രേക്ക് ചെയ്യണ്ടേ? വൈ യു ആർ ബ്രേക്കിംഗ്? അത് ബ്രേക്ക് ചെയ്യാത്തന്നെ. നിങ്ങൾ ഈ പറയുന്ന പുരോഗമനം പറയുന്ന നിങ്ങളിത് ബ്രേക്ക് ചെയ്യാത്തന്നെ. അപ്പോഴല്ലേ സൊസൈറ്റി ബ്രേക്ക് ചെയ്യുള്ളൂ. ഇത് ഞാൻ ഇതേ കോണ്ടെക്സ്റ്റ് പറയാം. അത് ആക്ച്വലി ഇപ്പോ ഇവിടെ നടക്കുന്ന ഒരുപാടധികം പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ സ്ത്രീകൾ, നോട്ട് ഓൾ മെൻ, പക്ഷെ ഒരു പേടിയുടെ പുറത്ത് വന്നത് പിന്നീട് വന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പൊന്നു ചങ്ങാതി റബേക്ക, നിങ്ങളുടെ സഹോദരിയുടെ കല്യാണം അല്ലെങ്കിൽ സഹോദരന്റെ കല്യാണം കംപ്ലീറ്റ് വലിയ ഓഡിറ്റോറിയം, അല്ല ഞാൻ പറയട്ടെ, വലിയ ഓഡിറ്റോറിയം, അവിടെ എവിടെയാണ് വർഗ്ഗബോധം വരുന്നത്? അറിയാന്നുള്ള ആളാണ് നിങ്ങളുടെ വർഗം, നിങ്ങളുടെ ബന്ധു നിങ്ങളുടെ വർഗം, എനിക്കറിയാന്നുള്ള സുഹൃത്ത് എൻ്റെ വർഗം. ഞാൻ പറഞ്ഞ വർഗത്തിന് നിങ്ങൾ എടുത്ത ജാതിയല്ല എടുക്കേണ്ടത്. വർഗത്തിന് നിങ്ങൾ എടുക്കേണ്ടത് എന്താണ്? ഐഡന്റിറ്റിയാണ്. ഐഡന്റിറ്റി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. ആരുടെ? നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം എന്തിനാണ്? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ എന്തുകൊണ്ട് അപരിചിതന്റെ അടുത്ത് പോയി ഇരിക്കുന്നില്ല? നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ റിലേറ്റബിലിറ്റി ആണ് ഹ്യൂമാനിറ്റി, മനുഷ്യനാണ് എന്നുള്ളത്. ആ മനുഷ്യനാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെ കണ്ടാലും ചിരിക്കണം. നിങ്ങൾ ആരെ കണ്ടാലും ഹായ് എന്ന് പറയണം, ആരെ കണ്ടാലും ഹലോ എന്ന് പറയണം. നിങ്ങൾ സായിപ്പന്മാരെ പലരും നോക്കൂ, ലിഫ്റ്റിൽ കയറുമ്പോൾ ഹായ് എന്ന് പറയും, ഹലോ എന്ന് പറയും. എനിക്ക് 100,000 അനുഭവം. നമ്മൾ പറയൂല. വൈ? നമ്മൾ സെലക്റ്റീവാണ്, നമ്മൾ വളരെ സെലക്റ്റീവാണ്. അതായത് നമ്മൾ ഒരുപാട് ആൾക്കാർ എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെന്നേ ചങ്ങാതി, ഞാൻ പറയാം, നിങ്ങളൊരു ഭൂരിപക്ഷത്തെ എടുത്ത് നോക്കൂ. നിങ്ങളൊരു ഞാൻ വീണ്ടും പറയാം, നിങ്ങളൊരു മാരേജിന് ചെല്ലുന്നു, നിങ്ങൾക്ക് നല്ല സുരക്ഷിതത്വമുള്ള സ്ഥലമാണ്, അവിടെ ക്യാമറയുണ്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെയാണ്, നിങ്ങൾക്ക് ചെറിയൊരു പോയിന്റിൽ നിങ്ങൾക്ക് പ്രശ്നം പറ്റിയപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ അവിടെ ആളുകളുണ്ട് എന്ന് വിചാരിക്കുക.
അവിടെയും നിങ്ങൾ ചെന്നാൽ വനിതകളുടെ അടുത്തേ നിങ്ങൾ ഇരിക്കും. കാരണം എനിക്ക് നിങ്ങളെ അറിയുന്ന കണ്ടീഷൻ ചെയ്തപ്പോൾ അങ്ങനെ ആയിരിക്കാം. അല്ല, എനിക്ക് അറിയുന്ന ആണുങ്ങളുണ്ടെങ്കിൽ അവിടെ ചെന്നിരിക്കും, അറിയാത്തടത്ത് ചെന്നിരിക്കും. അപ്പോൾ അത് അറിയുന്നിടത്ത് നിങ്ങൾ ചെന്നിരിക്കുമ്പോഴാണ് നിങ്ങൾ എൻ്റെ തിയറിയിലേക്ക് വരെയാണ്. വർഗബോധമോ ഐഡൻറ്റിറ്റിയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്, മാറും. ഉദാഹരണം, ഇവിടെ ഒരു കസേര തന്നത് കൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഈ കസേരയല്ലേ ഞാൻ എന്ത് ചെയ്തേനെ, നമ്മൾ നിന്നെടുക്കും പരിപാടി. ഇവിടെ കസേരകളുണ്ടല്ലോ, ഇതിന് സോഫയായിരുന്നെങ്കിലോ പകരം സോഫയിലിരിക്കും. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച്, നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്, അവസരത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ റിലേറ്റ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ബന്ധിച്ചേ പോകാൻ പറ്റുള്ളൂ. അല്ല നമുക്ക് മനുഷ്യർക്ക് മുന്നോട്ട് പറ്റില്ല. ഞാൻ ഇത് തരുമ്പോൾ എനിക്ക് സോഫ എവിടെയെന്ന് ഓണറോട് ചോദിക്കാൻ പറ്റത്തില്ല. മാനേജർ അല്ലെ സാറേ നിങ്ങൾ പിന്നെ ഇത് കൊണ്ടുവന്നാലേ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ സാറി പറഞ്ഞ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഐഡന്റിഫിക്കേഷൻ തന്നെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്ന രീതിക്കൊക്കെ അത് പ്രശ്നത്തിലേക്ക് അത് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ. അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ ബ്രേക്ക് ചെയ്യും? ബ്രേക്ക് ചെയ്യാനുള്ള ബുദ്ധി എനിക്ക് പറഞ്ഞത്. എല്ലാവരും പേർപ്പസ്ഫുള്ളി വിചാരിക്കണം. എല്ലാവരും വിചാരിക്കാൻ പറ്റില്ല. ഒരു ചോര കൂടെ ഓടുന്നത് ഞാൻ അവിടെയാണ് റബീക്ക എന്റെ വിഷയമാണ്. അവര് താന്ന ജാതിക്കാർ. അവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും കൂടി വന്ന് ഒരു സമൂഹം എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. സിമ്പിൾ പഠിക്കുക. എല്ലാവരും കൂടെ വന്ന് മാറിയിട്ടില്ല. ആരെങ്കിലും ഇപ്പോൾ ഒരു ഗുരുദേവൻ, ഒരു ചട്ടമ്പിസ്വാമി, ഞാൻ അവരെ പറയുന്നത് അവരങ്ങനെ ചെയ്തവരായുണ്ട്. അല്ലെങ്കിൽ ഒരു നേതാജി, ഒരു നെഹ്റു, അല്ലെങ്കിൽ ഒരു പിണറായി, അങ്ങനെ വെച്ചോളൂ. ഒരു പിണറായി, അല്ലെങ്കിൽ ഒരു അച്യുതാനന്ദൻ, അല്ലെങ്കിൽ ഒരു വി.ഡി. സതീശൻ, ആരേ വെച്ചോളൂ. അങ്ങനെ വരുന്ന ഇതിൽ ഉയർന്ന ചിന്തയിൽ വന്നവരുണ്ടല്ലോ, ജാതിക്കും മതത്തിനുമായി ഉയർന്ന ചിന്തയിൽ വന്നവരുണ്ടല്ലോ, അവരെന്ത് ചെയ്യണം? അവർ ലീഡ് ചെയ്യണം. അവർ പർപ്പസായിട്ട് ലീഡ് ചെയ്യുമ്പോഴായിരിക്കും സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിനേക്ക്. അല്ലാതെ മാസ് ഒരിടത്തും എന്ത് ചെയ്തിട്ടില്ല, ഒന്നിച്ച് വന്ന് മാസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇന്നോട്ട് മാറിയിരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അതേസമയം ഒരാൾ പറയാൻ, എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ഒരാൾ വന്ന് നമ്മളെ ഇത് തെറ്റാണെന്ന് പറയാൻ, അതങ്ങനെ പോയില്ലെങ്കിലും ഗുണമുണ്ടെന്ന് പറയാനൊക്കെ നമുക്ക് ആളുകളുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, കൂടുതൽ കറക്റ്റ് ചെയ്യപ്പെടും. സ്വയം തിരിച്ചറിയുമ്പോൾ, നിങ്ങൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പഴയ ജനറേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി അവെയറാണ്, വളരെ അവെയറാണ്. ഇവരെ പോലുള്ള മനുഷ്യരെടുത്ത എഫേർട്സും റിവോൾട്ടും ഒരു സൈഡിലാണ്. മാത്രമല്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇത് സംസാരിക്കുന്നത് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടായത് സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. ഇതെല്ലാം ഒന്നാണെന്നുള്ള ചിന്തയിൽ നിന്ന്, ചുറ്റുവട്ടത്ത് നിന്ന് അങ്ങനെ പറഞ്ഞു തരാൻ മറ്റു ആൾക്കാരുള്ളപ്പോൾ ഇതുപോലെ റെവല്യൂഷൻ നടത്തുന്ന ആൾക്കാർ മാത്രമല്ല, സാധാരണക്കാർ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. എന്റെ ഒരു ഗ്രൂപ്പ് ഫ്രണ്ട്സ് എടുത്ത് അവർക്ക് ആർക്കും മതം ഇല്ല, അതിൽ യാതൊരു തർക്കമില്ല. കാരണം എഐയുടെ പുതിയ യുഗത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പുതിയ യുഗത്തിൽ, മെഷീൻ ലേണിംഗിന്റെ പുതിയ യുഗത്തിൽ ഇതെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെന്ന്. അതിനകത്ത് തർക്കമില്ല. അത് ഞാൻ നിങ്ങളുടെ കൂടെയാണ് 100%. കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴും ഇതിലൊന്നും പെടാത്ത, സോഷ്യൽ മീഡിയയിൽ വരാത്ത, ഇതിലൊന്നും പെടാത്ത ചിന്തിക്കുന്നവരും മഹാഭൂരിപക്ഷം എന്ത് ചെയ്യാണ്, അപ്പുറത്ത് നിൽക്കുകയാണ്. സ്വന്തം മോളെ ഇപ്പൊ ഈഴവരാണെങ്കിൽ നായറിനെ കൊണ്ട് കെട്ടിക്കില്ല, നായറാണെങ്കിൽ ഈഴവരെ കൊണ്ട് കെട്ടിക്കില്ല എന്ന് അവർ തീരുമാനം എടുക്കുന്നത് മനസ്സിൽ ജാതീയത ഉണ്ടല്ലോ. അതുണ്ടല്ലോ. ഞാൻ പറയുന്നിടത്താണ് നിങ്ങൾ വരുന്നത്. അതായത് നമ്മൾ എന്ത് പറയുമ്പോഴും പിന്നെ ഇനി പ്രണയിക്കുമ്പോൾ ഈ ജാതി പോണ എന്തുകൊണ്ടാണെന്നറിയാം? ജാതിയേക്കാൾ മുകളിൽ മറ്റേ സൂപ്പർലൈറ്റീവായിട്ട് പ്രണയം കയറി നിൽക്കുന്നത് കൊണ്ടാണ്. അത് പോകുന്നില്ലല്ലോ, മറ്റേ വ്യക്തിക്ക് വേണ്ടി അത് മാറ്റി വെക്കുന്നുള്ളൂ. പക്ഷെ ഉള്ളില് ഈ സ്പിരിറ്റ് എപ്പോഴും കാണും. നേരെ അമ്പലത്തിൽ തന്നെ പോകില്ലേ വിളിച്ചോണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ പോകില്ലേ? അങ്ങനെ എല്ലാവരും ചെയ്യാറുണ്ടോ? നിങ്ങൾ നോക്കൂ ആളുകളെ. ഞങ്ങൾ രണ്ടു കൂട്ടരും മതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാണോ പിന്നെ അവർ ജീവിക്കുന്നത്? സെക്കുലർ ആയിട്ടാണോ ജീവിക്കുന്നത്? ഒന്നുമല്ല. മതം ഉപേക്ഷിക്കേണ്ട, ഹിന്ദു ആയിട്ടുള്ള ഒരാൾ ഹിന്ദുവായി തുടരും. അതെ ഞാൻ പറഞ്ഞ അപ്പോഴും അവിടെയാണല്ലോ സെക്കുലറിസം. അല്ല, അപ്പോഴും അവരെന്താ പറയാ, അല്ല അങ്ങനെയല്ല, അപ്പോഴും അവരെ മനസ്സിൽ കിടക്കുന്നതാണ് തൽക്കാലം മതമൊക്കെ മാറ്റി വെച്ചു, എനിക്ക് ഈ ആളിനെ വേണമെന്നുള്ളതുകൊണ്ട്, ഇയാളുമായിട്ട് എനിക്ക് ലൈഫ് പാർട്ട്ണറായി വേണമെന്നുള്ളത് ഞാൻ മതത്തിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്തു. അവനവൻ മാറേണ്ട ആവശ്യമില്ലെന്നേ ഉള്ളൂ, മറ്റേ മാറ്റം. അല്ല, ഞാൻ മറ്റേ ആളിനെ മാറ്റാൻ അവനവനും മാറൂല. ഞാൻ പറഞ്ഞ ശരിയടെ, നമ്മൾ രണ്ടുപേരും ഇപ്പം രണ്ട് മതത്തിൽപ്പെട്ട നമ്മൾ കല്യാണം കഴിച്ചു, ശരി നമുക്ക് സെക്കുലറായിട്ട് ജീവിക്കാം എന്ന് നീ നിന്റെ മതത്തിൽ പൊക്കോ, മതാചാരം വെച്ചോ, ഞാൻ എൻ്റെ മതാചാരം ചെയ്യും എന്ന് പറയുന്നിടത്ത് വീട്ടിൽ നിൽക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ, ആക്ച്വലി ഇവിടെ മതം ആചരിക്കുന്ന ഒരിക്കലും ഒരു തെറ്റല്ല, പക്ഷെ അത് ബൗണ്ടറി കടന്ന് മറ്റൊരാളെ ഫോഴ്സ് ചെയ്യുന്നിടത്താണ് സെക്യുലർ ഇന്ത്യയിൽ പ്രശ്നം വരുന്നത്. അല്ല, അപ്പം വീണ്ടും നമ്മൾ കുഴയും. അതായത് എന്താ പറയുക, വീണ്ടും നമ്മൾ ചക്ക കുഴയും പോലെ കുഴയും. മതം ആചരിക്കുന്നത് തെറ്റല്ല എന്ന് പറയുകയും മതപരമായി ചിന്തിക്കുന്നത് തെറ്റല്ല എന്ന് പറയുകയും പിന്നെ മതസ്പർദ്ധ മാത്രം ഇല്ലാതിരുന്നാൽ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ചെറിയൊരു കുഴച്ചിൽ കുഴയൂലേ എന്നൊരു സംശയമുണ്ട്. ഞാൻ എൻ്റെ വാദം ഇത്രയേ ഉള്ളൂ.
എൻ്റെ വാദം വളരെ സാർ simple. അതെങ്ങനെയാണ് കുഴയുന്നത്? അതായത് ഇപ്പം ഓരോരുത്തർക്ക് ഓരോ ബേസിക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഉണ്ട്. വിശ്വാസങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. അത് എനിക്കുള്ളത് ആക്ച്വലി വേറൊരാളെ ഹനിക്കുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല. ആ When ഹനിച്ചുകൊണ്ട് I can respectfully say അത് that what you are respect- saying is അത് okay, but don't push it അത് on me. എളുപ്പമല്ല, അത് എളുപ്പമല്ല. എന്താണെന്നറിയാവോ? ആ. അത് എളുപ്പമല്ല, ഈ വിഷയം എളുപ്പമല്ല. ആ. അതായത് മതവും രാഷ്ട്രീയവും മതവും അധികാരവും മതവും സമ്പത്തും തമ്മിലൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എപ്പോഴും ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ വെള്ളാപ്പള്ളി ബോർഡർ പിടിക്കാൻ പറ്റുന്നിടത്താണ് നമ്മൾ ആ വിജയിക്കുന്നത്. ആ ബോർഡർ പിടിക്കാൻ എളുപ്പമല്ലെന്ന് ഞാൻ എളുപ്പമല്ല. ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം പക്ഷെ ഒത്തിരി മാറ്റമില്ലേ? ഒരുപാടുണ്ട്, ഇത്തിരിയല്ലെന്നേ, ഭയങ്കര മാറ്റമുണ്ട്. പക്ഷെ അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വാദം ഈ മെജോറിറ്റി ഒരു മൈനോറിറ്റിയിലെ ഒരു കുറേ ആളുകൾ മാറി. ഇപ്പോൾ 20% മാറുമ്പോഴും 20%-നകത്ത് ഒരു 80% നിങ്ങൾ ഈ പറഞ്ഞിടത്താൻ നിൽക്കുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് സെക്കുലർ ആണെന്ന് പറഞ്ഞു പോണവർ വളരെ കുറവാണ്. ഒരു 5% പോലും വരുന്നില്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, വെള്ളാപ്പള്ളി നടേശൻ, മുസ്ലിം ലീഗ്, ജമാഅത്ത് ഇസ്ലാമി, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പരാതി എന്താണ്? ഇവിടുത്തെ ഇവർ അധികാരത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പരാതി. അതാണ് പരാതി, അല്ലാതെ വേറെ. അപ്പം അധികാരം, പണം, സമ്പത്ത്, സത്യം പറഞ്ഞ എല്ലായിടത്തെയും പൊളിറ്റിക്സ് റിലിജൻ ബേസ്ഡ് ആണ്. വോട്ട് കിട്ടണമെങ്കിൽ റിലിജിയനെ പ്രൊട്ടക്ട് അതാണ്. അപ്പൊ ആ യാഥാർത്ഥ്യങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് അതാണ് ഞാൻ പണ്ട് ആക്ച്വലി BJP അങ്ങനെയാണ്, BJP ഇങ്ങനെയാണ്, ഇത് മാത്രം കോൺസെൻട്രേറ്റ്. പക്ഷെ സത്യം പറഞ്ഞ ഓരോ പാർട്ടികളെ എടുത്തു നോക്കുമ്പോഴും എല്ലാവർക്കും അവരവരുടേതായ ഉണ്ട് താല്പര്യങ്ങളും. ഈ കാസ്റ്റിനെ വളരെ കൃത്യമായി, കാസ്റ്റിനെയും മതത്തെയും വളരെ കൃത്യമായി സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗല്ലേ? പരസ്യം അവര് പറയുന്നില്ല, കൃത്യമായിട്ട് അതല്ലേ ചെയ്യുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ ജാതിയുടെ കാര്യം റിബേക്ക ഞാൻ പറഞ്ഞതുപോലെ 4 ബ്രാഹ്മണ, ഈഴവ, അങ്ങനെ നായർ, ആ ജാതിയൊന്നും മാത്രമല്ല. ഇനി ബ്രാഹ്മണരിലെടുത്ത് നോക്കൂ. ബ്രാഹ്മണർ, നമ്പൂതിരി, പോറ്റി, പിന്നെ മറ്റേ അയ്യരുമാർ എത്രയുണ്ട്? തിരുമേനി. ബ്രാഹ്മണന് പൂജ ചെയ്യാക്കൂല, അതറിയാവോ? ബ്രാഹ്മണന് പൂജ ചെയ്യാക്കൂല. പൂജാരി ബ്രാഹ്മണനല്ല, വേറെ സമുദായക്കാരാണ്. തിരുമേനി പൂജ ചെയ്യും. അതേസമയം ആ അമ്പലത്തിൽ എല്ലാവർക്കും കയറി പൂജ ചെയ്യാക്കൂല. അപ്പോൾ ബ്രാഹ്മണന്മാരിലും എന്തുണ്ട്? ഉന്നത കുലജാതരിലും എന്തുണ്ട്? താഴ്ന്നവരും കൂടിയവരും ഉണ്ട്. നായന്മാരിലും താഴ്ന്നവരും കൂടിയവരും ഉണ്ട്. ഈഴവരിലും താഴ്ന്നവരും കൂടിയവരിലും ഉണ്ട്. സകലതിലും എന്തുണ്ട്? ഈ കൂടിയവരെയും താഴ്ന്നവരെയും വച്ചിട്ടുണ്ട്. ഇത് ഉണ്ട് ഈ യാഥാർത്ഥ്യമായിട്ട്. അപ്പം നമ്മൾ ഇതെല്ലാം പൊളിച്ചെഴുതി പോകണമെങ്കിൽ, നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഹോമോസാപ്പിയനിൽ നിന്ന്, കുരങ്ങനിൽ നിന്ന് മനുഷ്യനായി മാറിയപ്പോൾ സൗകര്യത്തിനുള്ള പലതും നമ്മൾ എടുത്തു വച്ചിരിക്കുകയാണിപ്പോൾ. ആ സൗകര്യത്തിനുള്ളത് കൂടി നമ്മൾ എന്ത് ചെയ്യണം? കളയണം. അത് അത്ര എളുപ്പമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം വർഗ്ഗബോധത്തിൻ്റെയും സ്വത്ത് ബോധത്തിൻ്റെയും ഐഡൻറ്റിറ്റി ക്രൈസിസിൻ്റെയൊക്കെ ഭാഗമായി നമുക്ക് എന്ത് ചെയ്യില്ല? നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തൂല എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? അതിനകത്ത് ഞാൻ നിങ്ങളെ കൂടെയാണല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. പക്ഷേ പ്രാർത്ഥിക്കാൻ തീരില്ല, നമ്മൾ ആക്ട് ചെയ്യണമെന്ന് പറയാം. അതുകൊണ്ട് ഇനി കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. പർപ്പസായിട്ട് ചെന്നിരിക്കുക, ഒരു പരിചയം കാണില്ല. പർപ്പസായിട്ട് ചെന്നിരിക്കുക, നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ലല്ലോ. വിഷ് ചെയ്യുക ആളുകളെ. ലിമിറ്റ് നമുക്കറിയാലോ, നമ്മുടെ ബോഡി ലിമിറ്റും നമ്മുടെ എല്ലാ റേഞ്ചും നമുക്കറിയാമല്ലോ, നമ്മുടെ ഓറ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. ബസ്സിൽ പണ്ട് സ്ത്രീകൾ അടുത്ത് വന്നിരിക്കത്തില്ല, ഇരിക്കും. ആ മാറ്റം വരുന്നുണ്ട്, സമൂഹത്തിൽ നന്നായി വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള മാറ്റം വരുമ്പോൾ അത് തീർച്ചയായിട്ടും വരുന്നു, അതിനകത്ത് ഞാൻ തർക്കമില്ല, നന്നായി വരുന്നു. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പേടിയും പ്രശ്നങ്ങളും ഒക്കെ അതിൻ്റെ അടുത്ത് തോണ്ടും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ഉള്ളപ്പോഴും നമുക്ക് സമൂഹത്തെ മാറ്റണമെങ്കിൽ ഒരു നാൾ കൊണ്ട് മാറില്ല, ഒരു നിയമം കൊണ്ട് മാത്രം ഒരു സമൂഹത്തെ മാറ്റാൻ കഴിയില്ല. ഇറ്റ്സ് എ സോഷ്യൽ പ്രോസസ്സാണിത്. ആ സോഷ്യൽ പ്രോസസ്സ് എന്നൊരു കൾച്ചറൽ പ്രോസസ്സ്, ഒരു സോഷ്യൽ പ്രോസസ്സ്, ഒരു ലീഗൽ പ്രോസസ്സ്, ഇങ്ങനെ കുറേ പ്രോസസ്സിലൂടെ, ഒരു അവയർനെസ് പ്രോസസ്സ്, കുറേ പ്രോസസ്സുകളിലൂടെയാണ് സൊസൈറ്റി മാറുന്നത്. പക്ഷേ എന്ന് വിചാരിച്ച് പഴയതിനേക്കാൾ മെച്ചം തന്നെയാണ്. അല്ല, 100 വേണ്ട. ചിലപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വേഗത്തിൽ കാണുന്ന ആളാണ്. ചിലപ്പോൾ 5-10 വർഷം കൊണ്ട് ലോകം ചെറിയ രൂപത്തിൽ മാറി വന്നാലും അത്ഭുതമില്ല. കാരണം അത്രമാത്രം സാങ്കേതിക വിദ്യ വളരെയധികം ഉയർന്നു വന്നു. പക്ഷെ അപ്പോഴെൻ്റെ ഭയം, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക, എൻ്റെ ഭയം സാങ്കേതിക വിദ്യയിലേക്ക് മാത്രം ജനങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇവൻ വെറും ഒരു കൺസ്യൂമർ പ്രോഡക്റ്റായി മാറിപ്പോകുമോ? അങ്ങനെ മാത്രം ആയി പോയാൽ, വന്നു പോയാൽ സ്ത്രീകളെന്ന് പറയുന്നത് കേവലം അമ്മ അല്ലെങ്കിൽ അങ്ങനത്തെ ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ലാതെ സ്ത്രീ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റായി മാറുമോ? മക്കൾ അങ്ങനെ മാറുമോ? ഈ വയസ്സായവരെല്ലാം വൃദ്ധസദനത്തിലേക്ക് പോകേണ്ടി വരുമോ? കാരണം
മറ്റതിന് ബന്ധമില്ലല്ലോ. വൈകാരികതയ്ക്കും ഈ പറയുന്ന ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല. അതെല്ലാം സാങ്കേതിക വിദ്യ തരുമ്പോൾ നമുക്ക് ക്ഷമ വേണ്ട, മനുഷ്യന് ക്ഷമ വേണ്ട. പിന്നെ വിചാരിച്ചാൽ ഉടൻ ഫിംഗർ ടിപ്പിൽ ഭക്ഷണം കിട്ടുന്നു, ഫിംഗർ ടിപ്പിൽ എല്ലാ സാധനവും വീട്ടിൽ കിട്ടുന്നു, ഓൺലൈനിൽ കിട്ടുന്നു. നമുക്ക് ക്ഷമയെന്ന് പറയുന്ന ഒരു സാധനം വേണ്ട, ദുഃഖമെന്ന് പറയുന്നൊരു സാധനം വേണ്ട, പണം മാത്രമേ നമുക്ക്. എങ്ങനെ പണം ഉണ്ടാക്കിയാലും അതിനെ അംഗീകരിക്കുന്നൊരു സമൂഹം കൂടെ വന്നാൽ, ഏത് രൂപത്തിൽ പണം ഉണ്ടാക്കിയാലും അതിനെ അംഗീകരിക്കുന്നൊരു സമൂഹം കൂടെ വന്നാൽ, എനിക്ക് സുഖസൗകര്യങ്ങൾ എൻ്റെ മെഷീനും എൻ്റെ ലോകവും തരുമെന്ന് വന്നാൽ ബന്ധങ്ങൾക്ക് വലിയ കുഴപ്പം പറ്റും. ആ ബന്ധങ്ങൾക്ക് വരുന്ന തകരാറിൽ ഇല്ലാതായി പോകുന്നത് വയസ്സായവരും കുട്ടികളും സ്ത്രീകളും ഒക്കെയാണ്. ഇതെൻ്റെ ഒരു കൺസേൺ. ഇതെല്ലാം വളരുമ്പോഴും നമ്മൾ മാനസികമായിട്ട് ഇതെൻ്റെ ഒരു കൺസേണാണ്, വലിയ കൺസേണാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ ആത്മീയതയല്ല, മതത്തിൻ്റെ സാധനമല്ല, ഒരു 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 സെൽഫ് കോൺഷ്യസ്നെസ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മെഷീൻ അടിമയല്ല, ഞാൻ കണ്ടുപിടിച്ചതാണ് മെഷീൻ, അതിൻ്റെ മുകളിലായിരിക്കുന്നത്. ഒരു ബോധം എവിടെയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ അത് പക്ഷെ അത് മാറുമെന്നുള്ളതാണ് എൻ്റെ ഭയം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭയം കാരണം പുതിയ ജനറേഷനെ കാരണം കമ്പ്യൂട്ടർ ഉണ്ടായപ്പോൾ ഏറ്റവും വലിയ കൺസേൺ ആയിരുന്നു ഇത് ജോലികളെല്ലാം തന്നെ ഇല്ലാതെയാക്കും, മനുഷ്യൻ വളരെയധികം യാന്ത്രികമായി മാറും. കാരണം ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞ റബേക്കയ്ക്ക് മനസ്സിലാവും. വളരെ സമ്പന്നനായിട്ടുള്ള നമ്മുടെ ചർച്ച വളരെ കൃത്യമാണ് കേട്ടോ, നന്നായി ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടത്. അതായത് എനിക്ക് വളരെ അറിയാവുന്നുള്ള തിരുവനന്തപുരത്തെ വളരെ പ്രമുഖമായ, എനിക്ക് രണ്ട് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു ചാനൽ സ്ഥിരമായി കാണുന്നൊരു അമ്മയുണ്ട്. അമ്മയുടെ മക്കളെല്ലാം വലിയ നിലയിലാണ്. ഭർത്താവ് മരിച്ചുപോയി, ഒരാൾ അമേരിക്കയിലാണ്, എല്ലാ സുഖസൗകര്യമുണ്ട്. അമേരിക്കയിലിരിക്കുന്ന മകൻ അമ്മ വീട്ടിൽ എന്ത് ചെയ്യുന്നു എന്ന് ക്യാമറയിൽ കാണുന്നുമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ അമ്മയ്ക്ക് 1 മണിക്കൂറാണ്, അമ്മയ്ക്ക് വീട്ടിൽ പാചകം എന്തെങ്കിലും അമ്മ മാത്രമല്ലേ ഉള്ളൂ. ബാക്കി 23 മണിക്കൂറും അമ്മ ദുഃഖിതയാണ്, ആരുമില്ല സംസാരിക്കാൻ. അപ്പോൾ മകൻ ചോദിച്ചു, അമ്മയ്ക്ക് ഊണില്ലേ? ഉണ്ട്. ഭക്ഷണമില്ലേ? ഉണ്ട്. വസ്ത്രമില്ലേ? ഉണ്ട്. പോക്കറ്റ് മണി പോലെ ഞാൻ പൈസ തന്നിട്ടില്ലേ? ഉണ്ട്. അച്ഛൻ്റെ പെൻഷൻ ഇല്ലേ? ഉണ്ട്. അതാണോ മനുഷ്യ ജീവിതം? അപ്പോൾ ഞാൻ ഒരിക്കലൊരു യാത്ര ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്തിനെ കണ്ടു ബസ്സിൽ വെച്ച്. ഞാൻ ചോദിച്ചു, സുഖാണോടെ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മ ജീവിച്ചിരിപ്പുണ്ട്, അയാളുടെ ഇപ്പം മരിച്ചുപോയി. പക്ഷേ ഡെവലപ്മെന്റ്സ് ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലും അമ്മമാരെ അച്ഛന്മാരെ എല്ലാം വൃദ്ധസദനത്തിലും അയച്ചു. പക്ഷെ അതിൻ്റെ ഉപേക്ഷിച്ച് അതിൻ്റെ ഹൈ പിച്ചിലേക്ക് പോവില്ലെന്ന് ഞാൻ ചോദിച്ചു. ഹൈ പിച്ചിലേക്ക് പോവില്ലേ നമ്മൾ? നിങ്ങൾ സർവേ നടത്തി വേണം, നിങ്ങൾ സർവേ നടത്തണം, പഠനം നടത്തണം, അല്ലെങ്കിൽ ചാനലിൽ ഇരുന്നിട്ട് പഠനം. തിരുവനന്തപുരത്ത് നിങ്ങൾ വലിയ വീടുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഒരാൾ മാക്സിമം പോയ 2 ആൾ. നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ലോകത്ത് പോയി വളരണ്ടേ, കരിയർ വേണ്ട, എല്ലാം വേണം. അവിടെയും നമ്മൾ ഫാമിലി ബാലൻസ് ചെയ്യാൻ പറ്റുന്നിടത്താണ് നമ്മളെ കരിയർ അത് പറ്റുന്നുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് പറ്റില്ല. അപ്പം അതിനെ അങ്ങനെയുള്ള ഒരു സോഷ്യൽ സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ കൺസേൺ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ യുദ്ധത്തിൽ, ഇപ്പം യുദ്ധം നടക്കുന്നു, യുദ്ധത്തിൽ തന്നെ അവസാനിപ്പിക്കാം. പുരുഷന്മാരായിരിക്കുമല്ലോ കൂടുതൽ യുദ്ധത്തിൽ സൈനികരായിട്ടൊക്കെ മരിക്കുന്നത്. എവരുടെ വിധവമാരും മക്കളുമൊക്കെ ആരാണ് അവരെ പിന്നെ അന്വേഷിക്കുക? എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഡിബേറ്റ് എന്ന രീതിയിലേക്കൊക്കെ പോയെങ്കിലും സാർ ഞാനും പറഞ്ഞു വന്ന പോയിന്റ് എല്ലാം അവസാനം ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം സാർ പറയുന്നുണ്ട് ജാതി മത വ്യവസ്ഥിതി ഇവിടെ ഉറപ്പായും ഉണ്ട്, അത് പെട്ടെന്ന് അങ്ങ് മാറുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത്. പക്ഷേ അതിന് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടെന്നും സാർ പറയുന്നു. അപ്പോൾ ഇനിയും അങ്ങോട്ട് സാർ പറഞ്ഞ പോലെ സാറിൻ്റെ ഒരുപാട് കൺസേൺസും സാർ പറഞ്ഞിരുന്നു. ഇനി ഫ്യൂച്ചർ എന്താകും ഇവിടെ AI ഭരിച്ചാലെന്നുള്ളത്. ഇപ്പം തന്നെ ഒരുപാട് അച്ഛനമ്മമാർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ സാറ് പറയുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂയിലൂടെ നിങ്ങൾ തുറന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ വന്നാലും സോഷ്യൽ മീഡിയ, AI എന്ത് തന്നെ വന്നാലും മനുഷ്യനായി തന്നെ തുടരാൻ, ജാതി മത ഭേദമന്യേ സ്നേഹത്തോടെ കഴിയാനായി നമ്മൾ ശ്രമിക്കണമെന്ന് സാർ വലിയൊരു മെസ്സേജും കൂടി അപ്പോൾ അതിനകത്തൊരു ഒരു വിഷയം എന്താ അറിയാം, ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ കൺക്ലൂഡ് ചെയ്തോളൂ. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സമൂഹം ഭയങ്കരമായിട്ട് മാറിയില്ലേ എന്ന് ചോദിക്കും. അമ്മ മാറിയില്ലല്ലോ, അച്ഛൻ മാറിയില്ലല്ലോ, അമ്മയച്ഛനൊക്കെ മാറി. എത്രയോ ന്യൂസില് സ്വന്തം പിഞ്ചു കുഞ്ഞിനെ തറക്കടിച്ചു. അല്ല, ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞല്ല. ഒരമ്മ വേണമല്ലോ പ്രസവിക്കാനായിട്ട്, ഒരാൾ വേണമല്ലോ, ഒരച്ഛൻ വേണമല്ലോ, ഒരു സൂര്യനൂടെ വേണമല്ലോ. വളരെ ബേസിക് ആയിട്ടുള്ള പഞ്ചഭൂതങ്ങളും വളരെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും മാറാതെ തന്നെ ഈ ഭൂമിയിൽ നിൽക്കുകയല്ലേ. അതുപോലെ മാനവരാശി മാറാതെ കൊണ്ടുപോകേണ്ട കുറേ ധർമ്മങ്ങളോ കുറേ മൂല്യങ്ങളോ ഇല്ലേ? തീർച്ചയായും. ആ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതിന് പകരം മുറുകെ പിടിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ മൂല്യങ്ങൾ തകർന്നു പോകുമോ? അവിടെയാണ് താങ്കൾ പറഞ്ഞ അമ്മ മോളെ അടിക്കുന്ന കഥ പറഞ്ഞപ്പോൾ ഞാനീ പറഞ്ഞ ഈ മൂല്യങ്ങൾ നഷ്ടമാകുന്നില്ലേ? അല്ല, മൂല്യവും വേണ്ട. നിങ്ങളിവിടെ വന്നത് സർവ്വ കാര്യങ്ങളും ആസ്വദിക്കാനാണ്, സകല കാര്യങ്ങളും ചെയ്യാം എന്ന് പറയുന്ന ഒരു സമൂഹം,
ലിവിങ് പാർട്ട്ണറായി എത്ര പേരുമായിട്ടും ആകാം ജീവിത ബന്ധം. അവർ ഇങ്ങോട്ടും ചോദിക്കണം, ഞാൻ അങ്ങോട്ടും ചോദിക്കാതിരുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നിടത്തേക്ക് മാറുമ്പോൾ മനുഷ്യൻ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൗരവമായി നമ്മളിത് ചർച്ച ചെയ്യേണ്ടി വരും. മൈത്രേയനെ പോലെയുള്ള ആളുകൾ പലരും പറയും, ഞാൻ പല ഇൻ്റർവ്യൂവിലും കേട്ടിട്ടുണ്ട്, മനുഷ്യൻ വന്നത് ആനന്ദിക്കാനും സന്തോഷിക്കാനുമാണ്, ജാതിയും മതം ഇതൊന്നും വേണ്ട, സമ്മതിച്ചു, ചുമ്മാ ആനന്ദിച്ച് സന്തോഷിച്ച് നടക്കുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ മതിയോ? അതോ നമ്മൾ ഈ പറയുന്ന കുടുംബം, സമൂഹം, വ്യക്തി എന്നൊക്കെ പറയുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വേണോ എന്നുള്ളതാണ് നമ്മൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ ചർച്ച. ഇതില്ലെങ്കിലും ജീവിക്കാം നമുക്ക്. ഇപ്പോൾ പല രാജ്യങ്ങളിലും അച്ഛനാരും അമ്മയാരെന്ന് അറിയില്ല. പഴയ യംഗൾസിൻ്റെയും ഒരു പുസ്തകമുണ്ട്, കുടുംബം സ്വകാര്യ സ്വത്ത്, റിബേക്ക കിട്ടുമെങ്കിൽ വാങ്ങി വായിക്കണം, ഞാൻ എൻ്റെ ഇറക്കിയാൻ തരാം. പണ്ട് കാലത്ത് ഒരു ഭാര്യയും ഒരു സ്ത്രീയും 10-100 പുരുഷന്മാരും, തിരിച്ച് ഒരു പുരുഷനും 10-100 സ്ത്രീകളും, ഇങ്ങനെ പിന്നെ സഹോദരിയും സഹോദരനെ പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. അപ്പോൾ നമുക്ക് കേട്ടാൽ തന്നെ ഇപ്പോൾ നെറ്റി ചുളിച്ചു, നിങ്ങൾ പെട്ടെന്ന് അങ്ങ് നെറ്റി ചുളിക്കുകയാണ്. സഹോദരൻ സഹോദരിയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അമ്മ അച്ഛൻ, അങ്ങനെ ഒരു വല്ലാത്ത സമൂഹം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി കൾച്ചർ ചെയ്താണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. മാറിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. വസ്ത്രം ധരിക്കാത്ത കാലത്ത് നിന്ന് നല്ല വസ്ത്രം ധരിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ മാനവർ മാറി. അപ്പോൾ ആ മാനവൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ നന്മയിലേക്കുള്ള മാറ്റമാണ്. അതിൽ ഏതൊക്കെ നിലനിർത്തണം, ഏതൊക്കെ നിലനിർത്തണ്ട എന്നുള്ളതൊരു ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് സർവതന്ത്ര സ്വതന്ത്രമായൊരു സ്വാതന്ത്ര്യമില്ല. എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ അനുവദിക്കുന്നത് വരെയുള്ളൂ, അല്ലാതെ എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. ഞാൻ നിങ്ങളെന്ന് പറയുന്നത് വ്യക്തിയാകാം, സമൂഹമാകാം, രാജ്യമാകാം, രാജ്യത്തെ നിയമമാകാം, എന്തോ ആവാം, ഭരണഘടനയാവാം, എന്തോ ആവാം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ സ്വയം നിശ്ചയിക്കുന്ന ഒരു അച്ചടക്കമുണ്ട് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ. ഒരച്ചടക്കം പോലുമില്ലാത്ത എൻ്റെ സർവതന്ത്ര സ്വതന്ത്രമാണ് ഞാൻ എന്ന് ഞാൻ ചിന്തിക്കുന്നിടത്തുനിന്ന് അപകടങ്ങൾ ഉണ്ടാവും. അങ്ങനല്ല ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗമാണെന്നും, പ്രപഞ്ചത്തിൻ്റെ ഭാഗം, സമൂഹത്തിൻ്റെ ഭാഗം, കുടുംബത്തിൻ്റെ ഭാഗം, വ്യക്തിയുടെ ഭാഗം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ കൊണ്ടുപോകേണ്ടുന്ന കുറേ മൂല്യങ്ങളുണ്ട്. അത് വേണോ വേണ്ടതെന്ന് മാത്രം ചർച്ച ചെയ്യുക. മറ്റത് രണ്ടാമത്തെ കാര്യം. ഇപ്പം നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞങ്ങൾക്ക് തന്നെ പല കാര്യങ്ങളും വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞത് എല്ലാവർക്കും ഒരുപോലെ ഡൈജസ്റ്റായി കാണണമെന്നില്ല, പലർക്കും പല രീതിയിലുള്ള അഭിപ്രായം ഉണ്ടാകും. അതിന് നിങ്ങൾക്ക് തുറന്ന് ഞങ്ങളോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതിനാണ് താഴെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. വാട്ട് എവർ യു തിങ്ക് അബൌട്ട് ദിസ്, എതിർ അഭിപ്രായമാണെങ്കിലും ഇതുമായിട്ട് ചേർന്നുള്ള ഒപ്പീനിയൻസ് ആണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് താഴെ കോമെൻറ്റ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഞങ്ങൾ ഇത് വളരെ വ്യത്യസ്തമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ചർച്ചാ വിഷയം, പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ടും ഇതിനെക്കുറിച്ചൊരു തുടർ ചർച്ച നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒപ്പീനിയൻസ് എല്ലാം താഴെ കോമെൻറ്റ് ചെയ്യാം. ഫ്യൂച്ചറിൽ ഇതുപോലുള്ള ഒരുപാട് നല്ല എപ്പിസോഡുകളുമായിട്ട് ഇൻഫാൻ എൻ്റർടൈൻമെൻറ്റ് വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.